നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് പാർട്ടി ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ഉയർന്നു വന്നിട്ടുള്ള സംഘടനാപരമായ പ്രശ്നം ഉൾപ്പെടെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് ആവശ്യമായ സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും എന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് സെക്രട്ടേറിയറ്റിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ. ഇപ്പോൾ രാവിലെ ഇവിടെ ജില്ലാ സെക്രട്ടേറിയറ്റും അതിനുശേഷം ജില്ലാ കമ്മിറ്റിയും ചേർന്നു സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി സഹായത്തോടു കൂടി കരുനാഗപ്പള്ളിയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ ജില്ലയിലുടനീളമുള്ള ഒരു പ്രശ്നമല്ല. കേരളത്തിലെ 207 ഏരിയ സമ്മേളനങ്ങളാണ് നടക്കേണ്ടത്. അതിലിവിടെ ഒരു സമ്മേളനം ഒഴിച്ച് ബാക്കി സമ്മേളനങ്ങളെല്ലാം ആദ്യം തന്നെ ജില്ലാ സമ്മേളനം നടക്കുന്ന ജില്ല എന്ന നിലയിൽ സമ്മേളനങ്ങളെല്ലാം ഏകണ്ഠമായ രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ ആരോഗ്യകരമായ സമ്മേളനങ്ങളായിട്ടാണ് 17 ഏരിയ സമ്മേളനങ്ങളും കൊല്ലം ജില്ലയിൽ പൂർത്തിയാക്കിയത്. എന്നാൽ കരുനാഗപ്പള്ളി ഏരിയയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രമാണ് ഉണ്ടായത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി കരുനാഗപ്പള്ളിയിലെ ഈ തെറ്റായ പ്രവണതയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെൻറ്ററിൽ നിന്ന് തന്നെ സഖാക്കൾ പങ്കെടുത്ത് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റിയും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയും ചേർന്നതാണ്. യോജിച്ച് ഫലപ്രദമായി പാർട്ടി സംവിധാനത്തെ സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ കൈകാര്യം ചെയ്യണം എന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തതാണ്. പക്ഷേ സമ്മേളനം ആരംഭിച്ചപ്പോൾ ഓരോ കമ്മിറ്റികളിലും, ലോക്കൽ കമ്മിറ്റികളിൽ ചില കമ്മിറ്റികളിൽ യാതൊരു പ്രശ്നമില്ലാത്ത സമ്മേളനം കഴിഞ്ഞു. ബാക്കി കമ്മിറ്റികളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും പാർട്ടി ശ്രമിച്ചപ്പോൾ വളരെ തെറ്റായ നിലയിലാണ് ചില ലോക്കലുകളിൽ സമ്മേളന പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടുന്ന നിലപാടുകൾ പൂർത്തിയാക്കാനാവാതെ ഉണ്ടായത്. പാർട്ടിക്കാകെ പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല. തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ച് പൊറിപ്പിക്കുകയും ചെയ്യില്ല. തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് പാർട്ടി ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ആ കമ്മിറ്റിക്ക് കരുനാഗപ്പള്ളിയിലെ പാർട്ടിയെ നയിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടി കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി പാർട്ടി സഖാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതിനടിസ്ഥാനപ്പെടുത്തി ഇനി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകും. തെറ്റായ എല്ലാ പ്രവണതയെയും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് സമിതി പറയുന്നത്. ഏരിയ സമ്മേളനം ഉണ്ടാവില്ല. അതൊക്കെ അത് സംബന്ധിച്ചെല്ലാമുള്ള ഈ അഡ്ഹോക് കമ്മിറ്റിയാണ് ഇനി തീരുമാനിക്കുന്നത്. അത് ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്. അതൊക്കെ പരിശോധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതൊക്കെ പരിശോധിച്ച് ചെയ്യും. നടപടി ഉണ്ടാവുകയില്ല. കേട്ട കേളിയെല്ലാം അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്.